ഹായ് ഹലോ വെൽക്കം ടു സാഗ് ന്യൂസ്. ഇന്നത്തെ പ്രധാന 5 വാർത്തകളിലേക്ക് സ്വാഗതം. ജമ്മു കാശ്മീരിലെ കുപ്വാരയിൽ നുഴഞ്ഞുകയറ്റ ശ്രമം പരാജയപ്പെടുത്തി സൈന്യം. കുപ്വാരയിലെ മച്ചിൽ ദുത്നിയാൽ സെക്ടറുകളിലായി നിയന്ത്രണ രേഖ വഴി കാശ്മീരിലേക്ക് നുഴഞ്ഞുകയറാനുള്ള ഭീകരവാദികളുടെ ശ്രമമാണ് സുരക്ഷാസേന പരാജയപ്പെടുത്തിയത്. ഏറ്റുമുട്ടലിൽ 2 ഭീകരവാദികളെ സുരക്ഷാസേന വധിക്കുകയും ചെയ്തു. തിങ്കളാഴ്ച രാത്രി വൈകിയാണ് നുഴഞ്ഞുകയറ്റ ശ്രമമുണ്ടായത്. വിനോദസഞ്ചാര കേന്ദ്രങ്ങൾക്കായി പുതിയ ശുചിത്വ മാലിന്യ പെരുമാറ്റച്ചട്ടം പുറത്തിറക്കി സംസ്ഥാന സർക്കാർ. സഞ്ചാരികളെത്തുന്ന പൊതുവിടങ്ങൾ, സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ ശുചിത്വത്തിനായി പാലിക്കേണ്ട കാര്യങ്ങളിൽ വ്യക്തത വരുത്തിയാണ് പുതിയ പെരുമാറ്റച്ചട്ടം പുറത്തിറക്കിയത്. ശുചിത്വം ഉറപ്പാക്കുന്ന ലക്ഷ്യത്തോടെ വിനോദസഞ്ചാര വകുപ്പിൻ്റെയും ശുചിത്വ മിഷന്റെയും നേതൃത്വത്തിൽ 480 കേന്ദ്രങ്ങളിൽ പഠനം നടത്തിയാണ് പുതിയ പെരുമാറ്റച്ചട്ടം പുറത്തിറക്കിയത്. ED നോട്ടീസിനെ ചൊല്ലി യാതൊരു വ്യക്തതയും വരുത്താതെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിച്ചതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അദ്ദേഹം ഏറെ വൈകാരികമായ പ്രതികരണമാണ് പത്രസമ്മേളനത്തിൽ നടത്തിയത്. എന്നാൽ നോട്ടീസിനെ സംബന്ധിച്ച് യാതൊരു വിശദീകരണവും നൽകിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഇപ്പോഴും പ്രതിപക്ഷം പ്രതികരിച്ചതാണ് അദ്ദേഹത്തിൻ്റെ പ്രശ്നമെന്നും സതീശൻ ആവർത്തിച്ചു. മുഖ്യമന്ത്രിയുടെ മകനെ ക്ലിഫ് ഹൗസിലേക്ക് നോട്ടീസ് കൊടുത്തു എന്ന് പറഞ്ഞപ്പോൾ പ്രതിപക്ഷം പ്രതികരിക്കരുത് എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്ന് VD സതീശൻ ചൂണ്ടിക്കാട്ടി. ലൈഫ് മിഷൻ കേസിലാണോ ലാവ്ലിൻ കേസിലാണോ നോട്ടീസ് അയച്ചത് എന്ന് അദ്ദേഹം വ്യക്തമാക്കണമെന്നും പ്രതിപക്ഷ നേതാവ് എടുത്തു പറഞ്ഞു. പ്രോവിഡന്റ് ഫണ്ടിലെ തുക 100% വരെ പിൻവലിക്കാവുന്ന തരത്തിൽ ഉദാര നടപടികളുമായി EPFO. പ്രത്യേക സാഹചര്യങ്ങളിൽ കാരണം വ്യക്തമാക്കാതെ തന്നെ ഫണ്ട് പിൻവലിക്കാനും അനുമതിയായി. തുക പിൻവലിക്കുന്നതിനുള്ള ചുരുങ്ങിയ സർവീസ് 12 മാസമായി ചുരുക്കുകയും ചെയ്തു. കേന്ദ്ര തൊഴിൽ മന്ത്രി മൻസുഖ് മാണ്ഡവ്യയുടെ അധ്യക്ഷതയിൽ ചേർന്ന EPFOയുടെ കേന്ദ്ര ട്രസ്റ്റി ബോർഡാണ് സുപ്രധാന തീരുമാനങ്ങളെടുത്തത്. പാക് മന്ത്രിക്കും സൈനിക ഉദ്യോഗസ്ഥർക്കും വിസ നിഷേധിച്ച് അഫ്ഗാനിസ്ഥാൻ. അഫ്ഗാൻ പാകിസ്ഥാൻ അതിർത്തിയിൽ സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിലാണ് അഫ്ഗാനിസ്ഥാന്റെ നിർണായക തീരുമാനം. പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ്, ഇന്റലിജൻസ് മേധാവി അസീം മാലിക്, 2 മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥർ എന്നിവർക്കാണ് അഫ്ഗാൻ അധികൃതർ പ്രവേശനം നിഷേധിച്ചത്. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.